ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പിന്നെയും മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോവാണ്. ഇത് നിങ്ങളുടെ സ്വന്തം മാർട്ടിൻ തന്നെയാണ് സംഭവം. ഞാൻ എൻ്റെ സ്കിൻ ഒന്ന് ചേഞ്ച് ചെയ്തു, അത്രയും തന്നെ ഉള്ളൂ. സോ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. സംഭവം ക്ലാസ്സൊക്കെ തുടങ്ങി, പിന്നെ അതിൻ്റെ ഒരു ഇതായിട്ടിരിക്കുകയാണ്. സോ അതാണ് ഇത്രയും ദിവസം വീഡിയോ ഒന്നും വരാഞ്ഞത്. സോ നമ്മൾ അങ്ങനെ ഇപ്പം വീഡിയോ ഇടുകയാണ്. കുറേ ദിവസം കൂടിയാണ് ഞാൻ ഇപ്പം വീഡിയോ ഇടുന്നത്. ഒരു 10, 20, 25 ദിവസമായി കാണും. സോ നമ്മളെ ഇനി തൊട്ട് ഡെയിലി വീഡിയോസ് കാണുന്നതായിരിക്കും എന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. സോ നമ്മൾ ഇപ്പോൾ ഒരു വേൾഡ് സ്റ്റാർട്ടാക്കി. അപ്പം ആ വേൾഡിനകത്ത് നമുക്ക് ഒന്നും കിട്ടിയില്ല. ഞാൻ ഇവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അടുത്തൊന്നും ഒന്നും ഇല്ല. സോ നമുക്ക് ബാക്കിയൊക്കെ നോക്കാം. സോ അവിടെ ഒരു മെസാബയം ഉണ്ട്. നല്ല രസമാണ്, നല്ല കളറൊക്കെ. നമ്മുടെ ലെഫ്റ്റിലാണെങ്കിൽ ഒരു ചെറിയൊരു വാട്ടർ സോഴ്സും അതിൻ്റെ അപ്പുറത്തൊരു വലിയ പുഴയും. മരുഭൂമിയിൽ ഓക്കെ, അവിടെ സീ ആണ്. അങ്ങോട്ട് പോയിട്ടപ്പോൾ കാര്യമില്ല. നേരെ പോയി നോക്കാം. ഓ, അവിടെ എന്നാ സാധനം? എന്താ സ്ട്രക്ചറാണ്? തിങ്ക് അതൊരു റൂയിൻഡ് പോർട്ടൽ ആയിരിക്കും. ഒരു റൂയിൻഡ് പോർട്ടൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതന്നെ ഇങ്ങനെ? ഇതെന്താ സാധനം? ഇന്നേ വരെ ഇത്ര നാളായിട്ട് കളിച്ച് ഇങ്ങനത്തെ സാധനം കണ്ടില്ല. ഇത് റൂയിൻഡ് പോർട്ടലാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണ്? ഈ റൂയിൻഡ് പോർട്ടലിന്റെ വലിപ്പം കൂടിയ പോലത്തെ ഒരു സാധനം. ഇതെന്താ ഇത്? നമുക്ക് മനസ്സിലായില്ല. നമുക്ക് ഈ മണ്ണൊക്കെ ഒന്ന് വെട്ടി ഒഴിച്ചു നോക്കാം. ഗൈസ്, ഞാൻ എൻ്റെ ചുറ്റും ഒഴിച്ചു നോക്കി, എനിക്കൊരു പിടുത്തവും ഇല്ല. സോ നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. ചുറ്റും ഒരു വില്ലേജ് കിട്ടി നമുക്ക്, ഒരു ഡെസേർട്ട് വില്ലേജ്. പക്ഷെ നമുക്ക് ആദ്യം മരം വേണം. ഓക്കെ, റൈറ്റ് സൈഡിലൊരു മരം ചെറുതായിട്ട് എനിക്ക് കാണാം. ഓക്കെ, അവിടെ കുറെ മരം ഉണ്ട്. സോ നമുക്ക് അത് മതിയായിരിക്കും. ഫസ്റ്റ് തന്നെ നമുക്ക് അത് പോയി ചെയ്യാം. നമ്മുടെ ഫുഡ് കുറയുന്നുണ്ട്. നമുക്കപ്പം പോയി ഒന്നെങ്കിൽ ഡെത്ത് ആവണം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കുന്ന എനിക്കിഷ്ടമില്ല. അത്രയ്ക്കൊരു സുഖമുള്ള പരിപാടിയല്ല. XP ലെവൽ ഉണ്ടെങ്കിൽ നമുക്ക് മരിക്കണ്ട. XP ലെവൽ ഇല്ലെങ്കിൽ നമുക്ക് മരിക്കുന്നത് തന്നെ കേട്ടോ ഏറ്റവും ബെസ്റ്റ്. നമ്മളൊരു ഇതൊക്കെ റീസ്പോൺ പോയിന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട്. സോ ഇവിടെ കുറെ മരമുണ്ട്. അപ്പുറത്തെ സവാനുണ്ട്, ഇപ്പുറത്തെ ജംഗിള്, നടുക്കൊരു നോർമൽ പ്ലെയിൻസ്. അപ്പൊ അത് നൈസായിട്ടുണ്ട്. സോ ഗൈസ്, നമ്മളപ്പം ഒരു കേവ് തപ്പി ഇറങ്ങിയതാണ്. സോ നമുക്ക് എങ്ങനെയും ചാവണം. നമ്മുടെ ഹങ്കർ ഇപ്പം തീരും. അപ്പോൾ നമ്മൾ കേവിലോട്ട് തന്നെ കേട്ടോ വീണേ. ഇപ്പം ഇവിടുന്ന് ചാടി ചാവാം. ഓക്കെ, അപ്പം ഞാൻ ചാത്തിട്ടുണ്ട്. റീസ്പോൺ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയും നേരെ തിരിച്ച് നമ്മുടെ വില്ലേജിലോട്ട് തന്നെ പോവാം. അതിൻ്റെ ഒരു റീസ്പോൺ പോയിന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ ഇതാക്കാം. സോ ഗൈസ്, നമ്മൾ മരമൊക്കെ വെട്ടി തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിനി വില്ലേജേഴ്സിൻ്റെ ഇതൊക്കെ നോക്കാം. ഈ വില്ലേജിൽ ചെസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പുള്ള ലൂട്ട് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് ക്യാരറ്റ് എടുക്കാം. ഇവിടെ കുറേ ക്യാരറ്റ് നട്ടു വെച്ചിട്ടുണ്ട്. സോ ഇത് എടുക്കാം. നമുക്കൊരു 10-50 എണ്ണമെങ്കിലും വേണം, അല്ലാണ്ട് പറ്റില്ല. ഓക്കെ, നമുക്ക് 50 എണ്ണം ആയിട്ടുണ്ട്. ഇത് പകുതി ഇവര് തന്നെ എടുക്കുവാണ് ചെയ്യുന്നത്. ഞാനും കുറച്ചെടുത്തിട്ടു. ഓക്കെ, അപ്പം അത് തീർന്നു. ഒന്നും കൂടെ പോയി ചാവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും കൂടെ നമുക്ക് ചാവേണ്ടി വരും. സോ നമ്മുടെ ഐറ്റംസ്, നമ്മുടെ ഫുഡ് ഉണ്ടെങ്കിലും നമുക്കിത് ബ്രീഡർ അല്ലെങ്കിൽ മറ്റേ അയൺ ഫാം ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് ആവശ്യം വരും. അതിവിടെ ഫ്ലെച്ചിങ് ടേബിൾ ഇരിപ്പുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. നമ്മളിത് മറ്റേ ഈ സ്റ്റെയർ കേസിൻ്റെ മുകളിൽ ചെസ്റ്റ് കാണും. ഓക്കെ, ചെസ്റ്റ് ഉണ്ട്. നമുക്ക് ചെസ്റ്റിനകത്ത് ഒരു ബ്രെഡും ഒരു ക്യാക്ടസും മാത്രം. ഈ ഡ്രൈ ബുഷ് ഇവിടെ പ്ലേസ് ചെയ്യാനും പറ്റുന്നില്ല.
ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് മരിക്കാം. ഓക്കെ, കഴിഞ്ഞില്ല, അത് തീർന്നില്ല എന്ന് തോന്നുന്നു. സോ ഇവിടെ ഒരു അയങ്കോളം. ഓക്കെ, അയങ്കോളം അവിടെ നിൽപ്പുണ്ട്. നമുക്ക് അയങ്കോളത്തിൻ്റെ കയ്യിൽ നിന്ന് ചെയ്യാവാം. ഒറ്റയടി. ഓക്കെ, അടിച്ച് താഴെയിട്ട് കൊന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ എല്ലാം ഫില്ലാണ്. നമുക്ക് ഐറ്റംസ് എടുത്തിട്ട് ഒരു കേവ് കണ്ടുപിടിക്കണം. ഇനി നമ്മൾ കോപ്പർ ആർമർ ആവണം. എങ്ങനെയും പെട്ടെന്ന് കോപ്പർ ആർമർ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് കംപ്ലീറ്റ് ആവും. കോപ്പർ ആർമർ ആയി. പിന്നെ നമുക്ക് ഒരു 10-40 അയൺ വേണം. അപ്പം നമ്മുടെ സെക്കൻഡ് ഇതുമായി, ഐ മീൻ സെക്കൻഡ് ടാർഗറ്റ് ആണ്. സോ നമ്മുടെ 1.21 ക്യാമലിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഒരു പ്രശ്നവും സ്മൂത്താണ്. ഞാൻ വിചാരിച്ചാൽ നമ്മൾ ഈ ഇതിനകത്തോട്ട് തള്ളിയിടാൻ പോവാന്ന്. ഓക്കെ, ഇവിടെ കാർട്ടോഗ്രഫി ടേബിൾ ഉണ്ട്. സോ അങ്ങനെ അത്രയും വലിയ റിസോഴ്സസ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. കുറച്ച് ഇച്ചിരി ഇതൊക്കെ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇവിടെ റെസ്പോൺസ് സെറ്റ് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഇതിൻ്റെ താഴെ ഒരു കേവ് ഉണ്ട്. സോ ഈ കേവിൻ്റെ നടുക്കാണ് ഈ വീട് വന്നിരിക്കുന്നത്. ഇതും അപ്പുറത്തെ വീടും. ഓക്കെ, ഇതിനകത്ത് പിന്നെ ലൂട്ടുണ്ട്. നമുക്ക് 4 ബ്രെഡ് എടുക്കാം, താഴെ പോവാം. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഇടയിൽ കൂടെ ചാടാൻ പറ്റുമൊന്നും പറ്റത്തില്ല. അതിൻ്റെ അടിയിൽ ബ്ലോക്ക് ഉണ്ട്, സാൻഡ് സ്റ്റോൺ ബ്ലോക്ക് ഉണ്ട്. സോ നമുക്ക് അതിൽ കൂടെ ചാടാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഈ ഫസ്റ്റ് നൈറ്റ് ഒരു കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ട്. നമുക്ക് ഫുഡായി, ടൂൾസായി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയി. സോ നമുക്ക് ഇനി കോപ്പർ കണ്ടുപിടിക്കാൻ പോകാം. കോപ്പർ അല്ലെങ്കിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് അയൺ കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ കൂടെ പോവാം. ഇവിടെ വാട്ടർ ഉണ്ട്. നമുക്കപ്പോൾ ഇതിങ്ങോട്ട് ഒഴിക്കാം. സോ പൊട്ടിക്കുക, ഇതും പൊട്ടിക്കുക. അപ്പം വാട്ടർ ഫ്ലോ വരും. ഇവിടെ ക്രീപ്പറാണല്ലോ, ഫുള്ള് ക്രീപ്പർ. അപ്പുറത്തൊരു ക്രീപ്പർ, ഇവിടെ ക്രീപ്പർ, മേളിൽ ക്രീപ്പർ. ആ മേളത്തെ ക്രീപ്പറിനെ എങ്ങനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. സോ ഇറങ്ങി ഓടാം. പൊട്ടല്. ഓക്കെ, പൊട്ടിയിട്ടില്ല. നമുക്കത് വരുമ്പോഴേക്കും ഇവിടെ സാൻഡ് സ്റ്റോൺ വെക്കാം. അത് ഇങ്ങോട്ട് ഓടുകയാണ്. അത് ആ പൂച്ചേനെ കണ്ടുകൊണ്ടാണ് ഓടുന്നത്. ഓക്കെ, നമുക്ക് ബ്ലോക്കും കിട്ടി, നമ്മുടെ ഹാർട്ടും ഇച്ചിരി കുറഞ്ഞുള്ളൂ. ആ മേളത്തേനെ കൂടെ നമുക്ക് ഇങ്ങനെ പൊട്ടിക്കാം. ചന്നം ഭിന്നം പൊട്ടിക്കാൻ പോവാണ് എല്ലാത്തിനും. സോ അത് പൊട്ടാൻ വരുമ്പോൾ നമുക്കിവിടെ സാൻഡ് സ്റ്റോൺ വെക്കുക. ഓക്കെ, ചെറിയൊരു ലാഗ് ഉണ്ടായിരുന്നു, ബട്ട് അത് പൊട്ടിയിട്ടുണ്ട്, സക്സസ്ഫുള്ളാണ്. ഇതിൻ്റെ മേളിൽ കുറേ അയൺ ഇരിപ്പുണ്ട് കേട്ടോ ഇവിടെ. എൻ്റെ കയ്യിൽ ഇല്ല, ഒരു പിക്കാക്സ് ഇല്ല. സോ നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ, സ്റ്റോൺ പിക്കാക്സും കൊണ്ട് അല്ലാണ്ട് ഇത് പൊട്ടിക്കാനും പറ്റില്ല. ഇവിടെ കുറേ ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യമുണ്ട്. നൈസ്, കുറേ ഉണ്ട് ഇപ്പം. ഓക്കെ, നമുക്ക് ഈ ഒരൊറ്റ ഇതിന്ന് തന്നെ 9. ഓക്കെ, ഇത് 10. ഓക്കെ, 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇനി നമുക്ക് മറ്റേ ഇത് ഫർണസ് ഇട്ട് നമുക്ക് ഒന്ന് സ്മെൽറ്റ് ആക്കണം. അതിന് നല്ല ടൈം എടുക്കും. സോ നമുക്ക് ആ ടൈം കൊണ്ട് നമുക്ക് ഇത് തപ്പാം. നമ്മുടെ കോപ്പർ ഞാൻ വന്നപ്പോൾ അതിൻ്റെ മേളിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിയ വെള്ളത്തിൻ്റെ അവിടെ. സോ ഇവിടെയും കുറച്ചാണ് ഇരിപ്പുണ്ട്. ആ മേളിൽ കുറച്ച് കോപ്പർ ഇരിപ്പുണ്ട്. നമുക്ക് ആ കോപ്പർ എടുക്കാം. സോ ഞാൻ ആ കോപ്പർ ഒന്ന് മൈൻഡ് ചെയ്യട്ടെ. നമുക്കൊരു 10-40 കോപ്പറേലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇച്ചിരി ലാഭമായിരുന്നു. 40 കോപ്പർ എന്നൊക്കെ പറയുമ്പോഴേക്കും ഫുൾ ആർമർ സെറ്റും ഉണ്ടാക്കാം, ഫുൾ ടൂൾ സെറ്റ് ഉണ്ടാക്കാം. പിന്നെയും കുറച്ചെണ്ണം നമുക്ക് എക്സ്ട്രാ ബാക്കി ഇരിക്കുകയും ചെയ്യും. അങ്ങനെ ആക്കായിരുന്നു. സോ ഇതിൻ്റെ മേളിൽ ഇരിപ്പുണ്ട് കുറച്ച് കോപ്പർ. നമുക്ക് അതും കൂടെ മൈൻഡ് ചെയ്യാം. ഇവിടെ അയണാണ് ഇരിക്കുന്നത്, പക്ഷെ കോപ്പറാണ്. നമുക്കിവിടെ അയണാണ് ഇരിക്കുന്നത്. ഓക്കെ, ഒന്നുമില്ല. ഇതോടെ 40 അയണും 40 കോപ്പറും 18 അയണും കിട്ടിയിട്ടുണ്ട്. സോ അത് നൈസാണ് ആക്ച്വലി. നമുക്ക് ഈ അയണും കൂടി എടുക്കാം. ഈ 2 എണ്ണം കൂടെ ആകുമ്പോഴേക്ക് 20 അയണാവും. ഓക്കെ, 20 അല്ല, അപ്പോൾ 21 എണ്ണമായി ഇപ്പം. 21 അല്ലല്ലേ, ഇതിലും കൂടുതൽ ഇതിനകത്ത് ഇവിടെ നിൽപ്പുണ്ട്. സോ 22, 23, 24. ഓക്കെ, 24 എണ്ണമായി. നമുക്ക് ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. എനിക്ക് തോന്നുന്നു അതാണ് ഒരു നല്ല ഐഡിയ ആണ്. സോ നമുക്കൊരു ഫർണേസ് ഉണ്ടാക്കാം. ഫർണേസ് ഉണ്ടാക്കിയിട്ട് നമുക്കിവിടെ വെച്ച്
ഓ അവിടെ ക്രീപ്പർ പിന്നെ സ്പോണായി. ഇവിടെ വന്ന് പൊട്ടട്ടെ, പൊട്ടുമ്പോഴേക്ക് ഓടാം. ഓക്കെ, അത് കറക്റ്റ് പൊട്ടി. പിന്നെയും കുറച്ച് ബ്ലോക്ക് തന്നു. ഓക്കെ, നൈസ്. അപ്പം അതും കൊണ്ട് ഒരു ഫർണസ് ഉണ്ടാക്കാം. ഓക്കെ, ഒരു ഫർണസ് ഇവിടെ. സോ എൻ്റെ കയ്യിൽ കോളൊന്നുമില്ല, അതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഗൈസ്, ഞാൻ ഈ കേവിൻ്റെ താഴോട്ടൊന്ന് പോയതാ. അപ്പോഴേക്കും അവിടുന്ന് സ്കെലിട്ടനും സോംബിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടി കിട്ടി. സോ നമുക്ക് നമ്മുടെ ലെഗിങ്സും നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റും ഇട്ട് നോക്കാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പറയാൻ പറ്റൂല, ചിലപ്പം ബെഡ്റോക്കിലൊക്കെ നല്ല ഗ്ലിച്ച് അടിയും. അതാണ് ഞാൻ ഇടയ്ക്ക് കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറയുന്നത്. സോ കളിച്ചിട്ടുള്ളവർക്കറിയാം. സോ ഇതിന്റെ പൊക്കത്ത് കുറച്ച് കോൾ ഇരിപ്പുണ്ട്, നമുക്ക് അത് പോയി അങ്ങ് എടുത്താലോ. ഇച്ചിരി കോൾ അവിടെ ഇരിപ്പുണ്ട്, നൈസായിരിക്കും. ഇപ്പൊ ചെറിയ പ്ലാറ്റ്ഫോം പോലെ ആക്കിയിട്ട് ആ കോള് താഴെ പോവാണ്ട് ഇങ്ങനെ തന്നെ ആക്കാം. ഇത് തന്നെ. സോ നമ്മൾക്ക് കോൾ എടുക്കാം. ഒന്ന് ആകെ 3 കണ്ടേ കാണത്തുള്ളൂ, അതിലും കൂടുതൽ കാണുമായിരിക്കും. ഗൈസ് ഇല്ല, ഇതേതാ ഈ വെള്ളം? എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ ഇറങ്ങി വന്ന വെള്ളമാണെന്ന്. ഇത് നമ്മൾ ഇറങ്ങി വന്ന വെള്ളം തന്നെ. ഇതിന്റെ സൈഡിലായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നത്. നമുക്ക് തിരിച്ച് അത് വഴി തന്നെ താഴോട്ട് പോവാം. സോ നമ്മൾ താഴെ എത്തി. ഇനി നമ്മുടെ സ്മെൽറ്റ് ആയോ നോക്കാം. ഇനി നമ്മുടെ കയ്യിൽ 3 കൂടെ ഉണ്ടല്ലോ. നമുക്ക് ആ നമ്മുടെ 3 കോളുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു പരിപാടിയും കൂടി ചെയ്യാം. ഇതിനൊരു കോള് കൊടുത്തിട്ട് വേറൊരു ഇതും കൂടെ ഉണ്ടാക്കാം. ഏത്? ക്രാഫ്റ്റിംഗ് ഫർണസ്. സോ നമുക്ക് ആ ഫർണസും കൊണ്ട് നമുക്ക് മറ്റേ ആർമറിന്റെ അയൺ ആർമർ ഉണ്ടാക്കാൻ പറ്റും. അയൺ ആർമർ അല്ല, അയൺ സ്മെൽറ്റ് ആക്കാൻ വെക്കാലോ. നമുക്ക് ഇവിടെ ഒരു കൂളും കൊടുത്ത് വേറൊരു ഫർണസിനുള്ള കല്ലും എടുത്ത് നമുക്ക് വേറൊരു ഫർണസ് ഉണ്ടാക്കാം. സോ ഞാനിപ്പം വേറൊരു ഫർണസ് ഉണ്ടാക്കി. സോ ഇതിപ്പോൾ ഞാൻ ഇവിടെ വെച്ച് അയണും ഒന്നിതാക്കി. അപ്പം നമ്മുടെ വീഡിയോ ഓൾമോസ്റ്റ് എൻഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഗോളാണ് കഴിഞ്ഞിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യും.